ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ എന്നിവർ ഒന്നിച്ചെത്തിയ അതിരടി ഇപ്പോൾ തിയേറ്ററുകളിൽ വലിയ ആഘോഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. റിലീസിന് മുമ്പ് തന്നെ സമൂഹമാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയ സിനിമ ഇപ്പോൾ ബോക്സ് ഓഫീസിലും വമ്പൻ തുടക്കമാണ് നേടിയിരിക്കുന്നത്. ആദ്യ ദിനം തന്നെ ആഗോളതലത്തിൽ 10 കോടിയിലധികം കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കേരളത്തിൽ മാത്രം 5.5 കോടിയിലധികം ചിത്രം നേടിയെന്നാണ് ട്രേഡ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതോടെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഓപ്പണിംഗുകളിൽ ഒന്നായി അതിരടി മാറിക്കഴിഞ്ഞു. റിലീസിന് മുമ്പ് തന്നെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ മണിക്കൂറിൽ ആയിരക്കണക്കിന് ടിക്കറ്റുകൾ വിറ്റുപോയി എന്ന വാർത്ത സിനിമയുടെ ഹൈപ്പ് എത്രത്തോളം വലുതായിരുന്നു എന്ന് തെളിയിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ തിയേറ്ററുകളിൽ എല്ലാ ഷോകളും ഹൗസ്ഫുൾ ആവുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് യുവാക്കളും കുടുംബ പ്രേക്ഷകരും ഒരുപോലെ സിനിമയെ ഏറ്റെടുത്തിരിക്കുകയാണ്. ആദ്യ ഷോ കഴിഞ്ഞത് മുതൽ സമൂഹമാധ്യമങ്ങൾ മുഴുവൻ പോസിറ്റീവ് അഭിപ്രായങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഒരു നിമിഷം പോലും ബോറടിക്കാതെ ചിരിയും ആക്ഷനും ആഘോഷവുമൊക്കെയായി മുന്നേറുന്ന പക്കാ വിനോദചിത്രമാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് താരനിര തന്നെയാണ്. ടൊവിനോ തോമസും ബേസിൽ ജോസഫും വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്ത വന്നപ്പോഴേ ആരാധകർ വലിയ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഇത്തവണ സംവിധായകനും നായകനുമെന്ന ബന്ധമല്ല, മറിച്ച് സ്ക്രീനിൽ ഒരുമിച്ച് പൊരുതുന്ന കഥാപാത്രങ്ങളായിട്ടാണ് ഇരുവരും എത്തുന്നത്. അതാണ് സിനിമയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന്. ബേസിൽ ജോസഫ് അവതരിപ്പിക്കുന്ന സാംകുട്ടി എന്ന കോളേജ് വിദ്യാർത്ഥിയുടെ കഥാപാത്രവും ടൊവിനോ അവതരിപ്പിക്കുന്ന ശ്രീകുട്ടൻ വെള്ളായണി എന്ന ഗായകനും പഴയ ഗുണ്ടാ പശ്ചാത്തലമുള്ള കഥാപാത്രവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ് സിനിമയുടെ പ്രധാന ത്രില്ല്. ഒരു കോളേജ് ഫെസ്റ്റ് വീണ്ടും നടത്താനുള്ള ശ്രമത്തിനിടെയാണ് കഥ വലിയ സംഭവങ്ങളിലേക്ക് നീങ്ങുന്നത്. ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ആക്ഷനും കോമഡിയും ഇമോഷനും ചേർത്തൊരുക്കിയ ഒരു പക്കാ ആഘോഷ സിനിമയാണ് അതിരടി. സിനിമയുടെ ആദ്യ പകുതി മുഴുവൻ ചിരിയും കോളേജ് ജീവിതത്തിന്റെ ആവേശവുമാണ് നൽകുന്നത്. എന്നാൽ രണ്ടാം പകുതിയിൽ സിനിമ കൂടുതൽ ഇമോഷണലും ശക്തവുമായ രീതിയിലേക്ക് മാറുന്നു. അതാണ് പ്രേക്ഷകർക്ക് വലിയ അതിശയമായി മാറിയത്. ചില രംഗങ്ങളിൽ തിയേറ്ററുകൾ മുഴുവൻ ആഘോഷപ്പറമ്പായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഒരു പ്രത്യേക അതിഥി കഥാപാത്രം എത്തുന്ന രംഗം തിയേറ്ററുകളിൽ വലിയ കയ്യടിയാണ് നേടുന്നത്. സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാകുന്നതും അതേ രംഗത്തെക്കുറിച്ചുള്ള പ്രതികരണങ്ങളാണ്. ബേസിൽ ജോസഫിന്റെ കരിയറിലെ ഏറ്റവും എനർജറ്റിക് കഥാപാത്രങ്ങളിൽ ഒന്നായാണ് സാംകുട്ടിയെ പലരും വിശേഷിപ്പിക്കുന്നത്. അതുപോലെ ടൊവിനോ തോമസിന്റെ ശ്രീകുട്ടൻ വെള്ളായണി എന്ന കഥാപാത്രവും വലിയ ശ്രദ്ധ നേടുകയാണ്. മാസ്, കോമഡി, ഇമോഷൻ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ ടൊവിനോയ്ക്ക് സാധിച്ചുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. വിനീത് ശ്രീനിവാസനും ഷാൻ റഹ്മാനും എത്തുന്നതോടെ സിനിമയുടെ ഹാസ്യരംഗങ്ങൾ മറ്റൊരു തലത്തിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് ഷാൻ റഹ്മാന്റെ രംഗങ്ങൾ തിയേറ്ററുകളിൽ വലിയ ചിരിയാണ് ഉണ്ടാക്കുന്നത്. റിയ ഷിബുവും സെറിൻ ഷിഹാബും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളും സിനിമയിൽ മികച്ച രീതിയിൽ ശ്രദ്ധ നേടുന്നുണ്ട്. ബേസിലും റിയും തമ്മിലുള്ള പ്രണയരംഗങ്ങളും യുവാക്കളിൽ വലിയ സ്വീകാര്യത നേടുകയാണ്. സിനിമയിലെ ഗാനങ്ങൾ ഇതിനകം തന്നെ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് ഒരു ഗാനം റിലീസിന് മുമ്പ് തന്നെ വലിയ ഹിറ്റായിരുന്നു. ഇപ്പോൾ തിയേറ്ററുകളിലും ആ ഗാനത്തിന് വലിയ ആഘോഷമാണ് ലഭിക്കുന്നത്. വിഷ്ണു വിജയ് ഒരുക്കിയ സംഗീതവും പശ്ചാത്തല സംഗീതവും സിനിമയുടെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണ്. ഓരോ മാസ് നിമിഷങ്ങൾക്കും തിയേറ്ററിൽ കിട്ടുന്ന ആവേശം അതിലൂടെ തന്നെ മനസ്സിലാക്കാം. സിനിമയുടെ ദൃശ്യഭംഗിയെക്കുറിച്ചും വലിയ പ്രശംസകളാണ് വരുന്നത്. ക്യാമറ പ്രവർത്തനം, ക്യാമ്പസ് ജീവിതവും ആഘോഷരംഗങ്ങളും വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ എഡിറ്റിംഗും സിനിമയ്ക്ക് മികച്ച വേഗത നൽകുന്നുണ്ട്. 2.5 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള സിനിമയായിട്ടും ഒരിടത്തും മടുപ്പ് തോന്നില്ല എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരുടെയും അഭിപ്രായം. സംവിധായകൻ അരുൺ അനിരുദ്ധന്റെ ആദ്യ സിനിമ എന്ന നിലയിലും അതിരടി ഇപ്പോൾ വലിയ ചർച്ചയാണ്. ആദ്യ സിനിമയിൽ തന്നെ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ മലയാള സിനിമയ്ക്ക് മറ്റൊരു പ്രതീക്ഷ നൽകുന്ന സംവിധായകനെ കൂടി ലഭിച്ചുവെന്നാണ് സിനിമാ ലോകം പറയുന്നത്. സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനം നോക്കിയാൽ കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തും ചിത്രം മികച്ച തുടക്കമാണ് നേടിയിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിരവധി ഷോകൾ ഹൗസ്ഫുൾ ആയതായും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയിലും യൂറോപ്പിലും മലയാളി പ്രേക്ഷകർ സിനിമയെ വലിയ രീതിയിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ആദ്യ ദിനം തന്നെ 10 കോടി ക്ലബ്ബിൽ ഇടം നേടുന്ന മലയാള സിനിമകളുടെ പട്ടികയിൽ അതിരടി എത്തുമെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അതേസമയം ചിലർ സിനിമയെ ഒരു പക്കാ തിയേറ്റർ അനുഭവം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വീട്ടിൽ ഇരുന്ന് കാണുന്നതിനേക്കാൾ തിയേറ്ററിൽ കൂട്ടത്തോടെ ആഘോഷിച്ചു കാണേണ്ട സിനിമയാണ് ഇതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. സമൂഹമാധ്യമങ്ങളിൽ നിരവധി സിനിമാ റഫറൻസുകളും ട്രോളുകളും ഇതിനകം തന്നെ വൈറലായിട്ടുണ്ട്. അതോടെ യുവാക്കളിൽ സിനിമയുടെ ആവേശം വീണ്ടും ഉയരുകയാണ്. കുടുംബ പ്രേക്ഷകരും സിനിമയെ വലിയ രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. കാരണം ഹാസ്യവും വികാരങ്ങളും കുടുംബബന്ധങ്ങളും എല്ലാം ഒരുമിച്ച് മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ചില രംഗങ്ങളിൽ കണ്ണുനിറയുകയും അടുത്ത നിമിഷം പൊട്ടിച്ചിരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് സിനിമ മുന്നേറുന്നത്. അതാണ് അതിരടിയെ വേറിട്ടു നിർത്തുന്നത്. ഇപ്പോൾ ട്രേഡ് അനലിസ്റ്റുകൾ ചോദിക്കുന്ന പ്രധാന ചോദ്യം ഇതാണ്: അതിരടി 100 കോടി ക്ലബ്ബിൽ എത്തുമോ? നിലവിലെ പ്രവണതകൾ നോക്കിയാൽ അതിന് വലിയ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. കാരണം യുവാക്കളും കുടുംബ പ്രേക്ഷകരും വീണ്ടും വീണ്ടും സിനിമ കാണാൻ എത്തുന്നുണ്ട്. അതാണ് സിനിമയുടെ കളക്ഷൻ സ്ഥിരതയോടെ മുന്നേറാൻ സഹായിക്കുന്നത്. സമൂഹമാധ്യമങ്ങളിലും ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗിലും ഇപ്പോൾ അതിരടി മുന്നിലാണ്.
ടൊവിനോ തോമസിന്റെയും ബേസിൽ ജോസഫിന്റെയും കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി സിനിമ മാറുമെന്ന വിലയിരുത്തലുകളും ശക്തമാണ്. അതേസമയം സിനിമയുടെ വിജയത്തോടെ രണ്ടാം ഭാഗം വരുമോ എന്ന ചോദ്യവും ആരാധകർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം സിനിമയിലെ ചില കഥാപാത്രങ്ങൾക്കും അവസാന രംഗങ്ങൾക്കും തുടർഭാഗത്തിനുള്ള സാധ്യത നൽകുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. എന്തായാലും ഇപ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു വലിയ ആഘോഷചിത്രം കൂടി ലഭിച്ചിരിക്കുകയാണ്. മാസ്, ഹാസ്യം, വികാരം, ക്യാമ്പസ് ആവേശം, ആക്ഷൻ, സംഗീതം എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു സമ്പൂർണ്ണ വിനോദചിത്രമായി അതിരടി മാറിയിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ സിനിമ എത്ര വലിയ റെക്കോർഡുകൾ സൃഷ്ടിക്കും എന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്.